നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 12 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾക്കും പിഴകൾക്കും സാധ്യതയുള്ളതിനാൽ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകളും പുതിയ ഫയലുകൾ സമർപ്പിക്കുന്നതും ഒഴിവാക്കുക. ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ബന്ധുജനങ്ങളിൽ നിന്നും വലിയ ഗുണാനുഭവങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും വന്നുചേരും. ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. ദാമ്പത്യ ഐക്യം വർദ്ധിക്കുന്നതിനൊപ്പം വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുജനങ്ങളുമായി അപ്രതീക്ഷിത അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ സാധ്യതയുണ്ട്. സൂര്യന്റെ സ്വാധീനക്കുറവ് ദഹന പ്രക്രിയയെ ബാധിക്കുമെന്നതിനാൽ ഭക്ഷണ സുഖക്കുറവും ഉദരരോഗങ്ങളും വരാതെ ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പണി ഏറെക്കുറെ പൂർത്തിയായ പുതിയ ഗ്രഹത്തിൽ താമസം തുടങ്ങുവാൻ സാധിക്കും. വിദേശത്തുള്ളവർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി രേഖകൾ ലഭിക്കാൻ വ്യക്തമായ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ ആഗ്രഹിച്ച ഉയർന്ന പദവി കരസ്ഥമാക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ വിജയം, ധനനേട്ടം, ബന്ധുജന സമാഗമം എന്നിവ വഴി വലിയ മനസ്സന്തോഷം ലഭിക്കും. സർക്കാർ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും ഇരട്ടിയാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കർമ്മരംഗത്ത് വലിയ ക്ലേശങ്ങൾ അനുഭവിക്കാനും പ്രയത്നത്തിന് തക്ക പ്രതിഫലം ലഭിക്കാതെ വരാനും സാധ്യത കാണുന്നു. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടാം. ശാരീരികമായ അസ്വസ്ഥതകൾക്കും ആരോഗ്യഹാനിക്കും രോഗമുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സന്താനങ്ങളുടെ പ്രവർത്തികൾ മുഖേന വലിയ ക്ലേശാനുഭവങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി വാഗ്വാദങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുഭയം അലട്ടാനും കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കാനും ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നിലവിലെ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനുള്ള സാഹചര്യം ഒരുങ്ങും. മികച്ച തൊഴിൽ വിജയം, സാമ്പത്തിക ഉന്നതി, ദാമ്പത്യ ഐക്യം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവസരമുണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതിനാൽ അത്തരം രേഖകൾ വേഗത്തിൽ സമർപ്പിക്കുക. ചെയ്യുന്ന തൊഴിൽ തികഞ്ഞ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. മനസുഖവും ഭാഗ്യവർദ്ധനവും ഗുരുജനങ്ങളുടെ അനുഗ്രഹവും കൂടെയുണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഏറ്റെടുത്ത വ്യവസ്ഥകളും നിയമങ്ങളും പാലിക്കാൻ വലിയ പ്രയത്നം ആവശ്യമായി വരും. മിക്ക കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാം. അതിനാൽ ഊഹക്കച്ചവടം, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയ അദൃശ്യമായ മേഖലകളിൽ പണം മുടക്കുന്നത് കർശനമായി ഒഴിവാക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളും ആഡംബര പ്രിയത്വവും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അലട്ടും. അന്യബന്ധങ്ങളോ അധാർമിക കൂട്ടുകെട്ടുകളോ അപമാനകരമായ സാഹചര്യങ്ങൾക്കും വലിയ മാനഹാനിക്കും കാരണമാകുമെന്നതിനാൽ വ്യക്തിബന്ധങ്ങളിൽ കർശനമായ അതിരുകൾ കാക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും സാമ്പത്തികമായി വലിയ ഉന്നതി കൈവരിക്കുവാനും യോഗമുണ്ട്. സൽസ്വഭാവികളായ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിലൂടെ പുതിയ മികച്ച ബന്ധങ്ങൾ വളരും. ശത്രുക്കളുടെ എല്ലാ തടസ്സവാദങ്ങളും പരാജയപ്പെടും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.